നമസ്കാരം നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പി ഫ്രം ജർമ്മനിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമുക്കറിയാം ഈ ജർമ്മനിയിൽ വരുമ്പോൾ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പാർട്ട് ടൈം ജോബ് ഒപ്പിക്കലാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസ് പറഞ്ഞു തരാൻ വേണ്ടി വരുന്നതാണ്. ഇവിടെ ഉള്ള എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിനൊട്ട് മിക്കവർക്ക് അറിയായിരിക്കും. ഇനി പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. നമുക്ക് സെൻറ്റ് ജോബ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിടണം. അതിൽ ആക്ച്വലി പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആർക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഒരുപാടായി കേൾക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ നടക്കണില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എപ്പോഴും അവർ ചോദിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജാണ്. എല്ലാ ജോബ്സിനും അവർ ചോദിക്കും ലൈക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്ച്വലി എനിക്കിത് വന്നപ്പോൾ ഞാനും കുറച്ച് പാട് പെട്ടായിരുന്നു. പിന്നെ ഞാൻ സൈഡിലായിട്ട് നമുക്ക് രണ്ട് ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഒന്ന് ഫ്ലെക്സിബിൾ ജോബ്, ഒന്ന് പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പാർട്ട് ടൈം ജോബിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തോ. പാർട്ട് ടൈം ജോബിൽ ആദ്യം ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേ ജോബ്സ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ജോബ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ അങ്ങനത്തെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആക്ച്വലി അങ്ങനെയാണ് ചെയ്തത്. ആൻഡ് എനിക്കിപ്പോൾ സെൻറ്റ് ജോബിൽ നിന്ന് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാനൊരു 10-40 മുകളിൽ ഷിഫ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ജാനുവരി 26 വരെ നമുക്ക് ഷിഫ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോൺട്രാക്ട് പീരീഡ് തീരുവാണ് ജാനുവരി 26. അപ്പോൾ അതുവരെ എനിക്ക് ജോബ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെൻറ്റ് ജോബിൻ്റെ റൂൾസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 70 ഡേയ്സ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 2 months ബ്രേക്ക് എടുക്കും. ആക്ച്വലി നമുക്ക് കറക്റ്റ് 70 ഡേയ്സ് ഒന്നും കിട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഒരു ഇയർ അവർ തരും, ജനറൽ എഗ്രിമെൻറ്റ് അവർ തരും. അപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എടുക്കുന്ന ജോലി എത്രയാണോ അത്രയും നമുക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 months ബ്രേക്കാണ്. സോ ഇതാണ് സെൻറ്റ് ജോബിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത്. പിന്നെ ഓൾമോസ്റ്റ് സെൻറ്റ് ജോബിൽ ഒരുപാട് ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ജോബ്സ് ഒരുപാട് കിട്ടും. പിന്നെ സെൻറ്റ് ജോബിൽ കൂടുതലും വരുന്നത് ഹൗസ് ജോബ്സിനേക്കാളും കൂടുതലും നമുക്ക് സെൻറ്റ് ജോബിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗസ് ജോബ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സെയിൽസ് അസിസ്റ്റൻ്റ് ആയിട്ട്, എക്സ്പെഷ്യൽ പ്രൈമാർക്കിലൊക്കെ സെയിൽസ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തന്നുള്ളൂ. സോ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. പാർട്ട് ടൈം ജോബ് എടുത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. വെരിഫിക്കേഷൻ സക്സസ് ആവും. എൻ്റെ ആയിട്ടുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്തൊരു 3-4 പേരുടെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ യൂസ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. അതായത് വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ജോബ് കിട്ടില്ല. കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 1 month 2 month ഒക്കെ എടുത്തായിരുന്നു ഒരു ജോബ് കിട്ടാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കണം. പിന്നെയെന്ന് പറയാനായിട്ട് അവർ എപ്പോഴാണ് ഷിഫ്റ്റ് ഇടാൻ നമുക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് മാക്സിമം എല്ലാ ഷിഫ്റ്റിലും കയറി അപ്ലൈ ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ എന്നോട് പറയും യുവർ ഓൺ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയും. അതിന് പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ വാസ് സക്സസ്ഫുൾ എന്ന് പറയും. പക്ഷേ എന്നാലും തളരെടുത്ത് നമുക്ക് അതേ പറയാനുള്ളൂ. മറ്റേപാട് മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴും സെൻറ്റ് ജോബിൽ കയറി നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും കിട്ടും. കാത്തിരുന്ന് കിട്ടണമല്ലോ, കിട്ടണം അവിടെ പോകാൻ. അതുപോലെ തന്നെ നിങ്ങൾ സെൻറ്റ് ജോബ് എടുക്കുവാണെങ്കിൽ മാക്സിമം ക്യാൻസലേഷൻ അവോയ്ഡ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ക്യാൻസലേഷൻ കുറച്ച് സീനാണ് സെൻറ്റ് ജോബിൽ. ഇപ്പോൾ 2-3 days ഒക്കെ മുമ്പ് ക്യാൻസൽ ചെയ്താൽ അത്ര സീൻ ഉണ്ടാവില്ല. പക്ഷേ എന്നാലും അവർ നോട്ട് ചെയ്യും. അപ്പോൾ മാക്സിമം ക്യാൻസലേഷൻ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ രാവിലെയൊക്കെയാണ് ജോബിൻ്റെ രാവിലെയാണ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ടെമ്പററി നിങ്ങളുടെ സെൻറ്റ് ജോബ് ഒരു 7 അല്ല 2 weeksലായിട്ട് സസ്പെൻഡ് ആവും. സോ അതും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ സോ മാക്സിമം ക്യാൻസലേഷൻ ഒഴിവാക്കുക. പിന്നെ ഒട്ടും വൈകി സിക് നോട്ടൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി. എന്നിട്ട് സിക് നോട്ട് അപ്ലോഡ് ചെയ്താൽ മതി. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെൻറ്റ് ജോബിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടാക്സ് ആണ്. ഒടുക്കത്തെ ടാക്സ് ആണ് സെൻറ്റ് ജോബ് പഠിക്കുന്നത്. എത്രയാണെന്ന് നമുക്ക് പോലും ഒരു പിടുത്തൂല. അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് ആപ്പിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്തായാലും അത്രയേ ഉള്ളൂ. ഫുള്ളാണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ. സ്റ്റാർട്ട് ആവില്ല.